ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ മേട്ടുപ്പാളയത്തെ ഒരു മോർണിംഗ് വ്ളോഗാണിത്. നമ്മൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു ദോശ പിന്നെ പറയാം. പിന്നെ ഓംലെറ്റ് ഡബിൾ ഓംലെറ്റ്. ലിമറിൻ്റെ അടുത്തുള്ള ഒരു ക്യാൻറ്റീനാണ്. ഇവിടെ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫുഡൊക്കെ കിട്ടുന്നുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ അധികം ഇവിടുന്ന് കഴിക്കാറ്. ഇവർ സാമ്പാറൊക്കെ ഒരു നമ്മുടെ നാട്ടിലത്തെ സാമ്പാറൊന്നുമല്ല, പക്ഷെ ഓക്കെയാണ്. ടേസ്റ്റ് ഉണ്ടോ വെച്ചാൽ കുഴപ്പമില്ല. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഈ ക്യാൻറ്റീനത്തെ മാനേജ്മെൻറ്റ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ പുതിയ ആൾക്കാരെയോ നമ്മൾ കാണുന്നുണ്ടാവുക. എന്നും റൂം സർവീസ് ഉണ്ട്. അപ്പോൾ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോർ ഓപ്പൺ ചെയ്തപ്പോൾ മറ്റാൾ ഓടിയതാണ്. റൂമിൻ്റെ ഡോറ് ഓപ്പൺ ആക്കി ഇടാൻ തന്നെ വയ്യ, അവന് ഓടിയിട്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ ലഞ്ച് കഴിച്ചത് അന്നപൂർണ്ണയെന്ന്. അവിടെ നല്ല രീതിയിൽ തിരക്കായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് അവിടെ അടുത്ത് തന്നെ ഒരു നൊങ്ക് കൊടുക്കണ ഒരു ഇതുപോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, തമിഴ്നാടൻ സ്റ്റൈല്. അപ്പോൾ ഇതിന് മുന്നേ ഞങ്ങൾ അവിടുന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ചീപ്പ് റേറ്റും ആയിരുന്നു. അപ്പോൾ ഈ ചൂടത്ത് അത് കുടിക്കാനൊരു പ്രത്യേക ഒരു തണുപ്പുണ്ട്, ഒരു സുഖമുണ്ട്. അത് കഴിക്കാൻ വേണ്ടി പോയതാണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. ഇന്നലെ ഞങ്ങൾ ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങാൻ വന്നപ്പോൾ അത്യാവശ്യം നേരം വെയിറ്റ് ചെയ്തേക്കണ്. ഇപ്പോഴും കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിൽ പാർക്ക് ചെയ്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് നമ്മളെ അടുത്തെത്തിക്കണത്. അങ്ങ് വേണോ? അത് ന്യൂനാട്ടോ, അത് ന്യൂനാണ്, അത് ന്യൂനാണ്. ഇത് എല്ലായിടത്തും ഒരേ ടേസ്റ്റ് അല്ല, ഓരോ സ്ഥലത്തും ഞങ്ങൾക്ക് ഓരോ ടേസ്റ്റ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ചില സ്ഥലത്ത് നിന്ന് ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ തലക്കൊരു മത്തുള്ള പോലെ ഫീൽ ചെയ്യലുണ്ട്, പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുടിക്കുക, കളയല്ലേ, കുടി. രസമുണ്ടാ? 10 നൊങ്കിന് ഇവരുടെ അടുത്ത് 50 രൂപ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിൽ ചീപ്പാണ്. ഒരുപാട് പേര് വാങ്ങി കൊണ്ടുപോകണമുണ്ട്. എന്ത് രസമുണ്ട്. ഇവിടെ നല്ല വിലക്കുറവാണ്. ഇത് ഗാലറീൻ്റെ ഓപ്പോസിറ്റ്. അയ്യോ, കുടിച്ചു. ഇതോണ്ടൊന്നും പ്രശ്നമുണ്ടാവില്ല. ഇക്കാരം വയർഫുൾ അല്ല. അപ്പേ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ തല മത്താവോ? ഉറപ്പാ? പാളയത്തേക്ക് വരുമ്പോഴേ മസ്റ്റായിട്ട് കൊണ്ടുവരേണ്ട സാധനമാണ് സൺസ്ക്രീന്. എൻ്റെ കൈയൊക്കെ ടാൻ അടിച്ച് നല്ല രീതിയിൽ. എന്തൊരു വെയിലാണ്, നല്ല രീതിയിൽ വെയിലാണ്. പക്ഷെ ഹ്യൂമിഡിറ്റി കുറവാണ്, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ഈ വെയിലത്തേക്ക് നോക്കാൻ വയ്യാന്നുള്ള ബുദ്ധിമുട്ടുള്ളൂ. ആർക്കാ കൊടുക്കണ്ടേ? കൊടുക്കോ? ഇവിടെ അടുത്ത് തന്നെ ഒരു ചെറിയ ഒരു പാർക്കുണ്ട്. ചെറിയ സെറ്റപ്പാണ്. പെർ ചൈൽഡ് 10 രൂപ വെച്ചിട്ട്. എന്നാലും കുറച്ച് നേരം കുട്ടികൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ, അത്രേ ഉള്ളൂ. ഈവനിങ് വാക്കിന് ഇറങ്ങിയതാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ പാർക്ക് ഉള്ളത്. ഇവിടുന്ന് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമുക്ക് ബ്ലാക്ക് തണ്ടറിൻ്റെ അവിടെ എത്താം. KFC കഴിക്കാൻ വന്നതാണ്. ഇവിടെ ഭയങ്കര ഇന്നിവിടെ വെനസ്ഡേ ഓഫർ ഉണ്ട്. 9 പീസ് സ്ട്രിപ്സും വിങ്സും ഒക്കെ കൂടി 9 പീസിന് 299 ഉള്ളൂ. അപ്പോൾ വെനസ്ഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളാണ്. മേട്ടുപ്പാളയത്ത് KFCൻ്റെ ഈ ഔട്ട്ലെറ്റ് തന്നെ ഉള്ളൂ. ഇനിയുള്ളത് ഊട്ടിയിലാണ്. ചുണ്ടുമ്പോഴുള്ള ആ സ്കിന്ന് ഇങ്ങനെ വലിച്ചെടുക്കലൊരു ഹോബിയാണ്. കളിച്ച് ലാസ്റ്റ് ബ്ലഡ് വന്ന്, അപ്പോൾ അതിൻ്റെ പേടിയിലിരിക്കുകയാണ്.
ഊട്ടിക്ക് പോയാൽ മാറുമോ? ഊട്ടിത്തെ ഡോക്ടർ കാണിക്കാനാ? അതെങ്ങനെ ഊട്ടിയിൽ പോകുമ്പോൾ എങ്ങനെ മാറുക? ഊട്ടിന്ന് മരുന്ന് വെക്കാതെ കുറച്ചിനെ മാറോ? ഊട്ടി പോയാൽ നമുക്ക് നാളെ ഊട്ടി പോയാലോ മാറാൻ വേണ്ടിയിട്ട്? വീഡിയോസ് കാണുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.